നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട ഇസ്രയേലിൽ ഉടനീളം തന്നെ വ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. ഇസ്രായേൽ തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച രാജ്യവ്യാപക ബന്ദ് ഇന്ന് ഇസ്രായേലിൽ നടക്കുകയാണ്. അതേസമയം പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിനിടയിലും ഗസയിൽ വ്യാപക ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജെനിയൻ നഗരത്തിലെ ഇസ്രായേൽ സൈനിക നടപടിയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഫയിലെ ഹമാസ് തുരങ്കത്തിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തുകയും ഇസ്രായേൽ എത്തിച്ചതോടുകൂടി രൂപപ്പെട്ട പ്രതിഷേധവും പടരുകയാണ്. ടെല്ലവീവിൽ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ജനലക്ഷങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ്. തലസ്ഥാന നഗരയിൽ രാത്രി നടന്ന പ്രതിഷേധ പരിപാടിയിൽ 3 ലക്ഷത്തിലേറെ പേർ അണിനിരന്നു എന്നാണ് കണക്കുകൾ. വെടിനിർത്തൽ കരാറിൽ നെതന്യാഹു ഒപ്പുവെച്ചിരുന്നുവെങ്കിൽ ബന്ദികൾ കൊല്ലപ്പെടില്ലായിരുന്നുവെന്നാണ് പ്രക്ഷോഭകരും ബന്ധുക്കളും പറയുന്നത്. കരാറിൽ ഒപ്പുവെച്ചാൽ ആദ്യം വിട്ടയക്കേണ്ട ബന്ദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട 6 പേരും. തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് നടക്കാനിരിക്കെ ഇസ്രായേൽ ഇന്ന് പൂർണ്ണമായും നിശ്ചലമാകും. വിമാനത്താവളം ഉൾപ്പെടെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം നിലച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ബന്ദിമോചനം ലക്ഷ്യമിട്ടുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിക്കില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ മുന്നറിയിപ്പ്. എന്നാൽ പണിമുടക്ക് വിലക്കുന്നുവെന്ന് വലതുപക്ഷ മന്ത്രി സ്മോട്രിക് ഇസ്രായേൽ അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയ്ക്ക് കീഴിൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്ന നടപടിയെ ഇസ്രായേൽ ആക്രമണം ബാധിച്ചു. പരിമിത സ്വഭാവത്തിലുള്ള വെടിനിർത്തൽ കൊണ്ട് ഒന്നുമാകില്ല എന്നാണ് UN ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ജെനിയൻ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിലൂടെ രൂപപ്പെട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഞെട്ടിക്കുന്നതാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പലതും തകർക്കപ്പെട്ടു. തർക്കുമിയയിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ പോരാളികൾ വകവരുത്തിയത് ഇസ്രായേലിനെ ഞെട്ടിച്ചു. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിരോധം തുടരുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഹമാസ് കൂടുതൽ കാര്യങ്ങൾ അതായത് യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇസ്രായേലിനാണ് ഇവിടെ പഴി അധികവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനകത്തുള്ള ഈ ഒരു സംഘർഷം അത് ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതൊന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇസ്രായേലിനകത്ത് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ബന്ദികളുടെ മരണം അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ബന്ധുക്കൾക്കിടയിലും പ്രതിഷേധക്കാർക്കിടയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വരേണ്ട ബന്ദികളായിരുന്നു. പക്ഷേ ബന്ദികളുടെ മരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടലിലാഴ്ത്തിയിരിക്കുന്നത്.